ഈ സാറെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പുറത്തിറങ്ങിയിട്ട് വായോ, ഒന്ന് ലീവായിട്ട് കയറി വാ വീണ്ടും. സുജോവായി എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അദ്ദേഹം പറയുന്നത് ദൈവം ആത്മാവാകുന്നു. അപ്പൊ ആ വചനത്തോട് അതെങ്ങനെ ചേരുന്ന യോജിക്കുന്നതാണ്. ദൈവാത്മാവാകുന്നു എന്ന് യേശു പഠിപ്പിക്കുന്ന ആ രംഗം, അത് യേശുവിന്റെ മനുഷ്യത്വത്തിലാണ് സംസാരിക്കുന്നത്. അത് ശമര്യ സ്ത്രീയുമായുള്ള കോൺവെർസേഷനാണ്. അപ്പൊ അതിൽ ദൈവത്തിന്റെ സ്വരൂപം, ദൈവത്തെക്കുറിച്ചുള്ള ദൈവ ആത്മരൂപിയാണ്. ആത്മരൂപിയിൽ നിന്നല്ല ആദമിന്റെ ആ രൂപം തയ്യാറാക്കുന്നു. അപ്പൊ ദൈവം അവിടെ പറയുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകം, നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക. അതിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിലുണ്ട്. അതിൽ നമുക്ക് കിട്ടിയ രൂപവും സാദൃശ്യവും ക്രിസ്തുവിൻ്റെതാണ്. പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ നമുക്കുണ്ട്, പിതാവിന്റെ ഇടപെടലും ആ നിർവഹണത്തിലുണ്ട്, സൃഷ്ടിയുടെ നിർവഹണത്തിലുണ്ട്. പക്ഷേ ഇന്ന് ആയിരിക്കുന്ന മനുഷ്യരെല്ലാം യേശുവിനോടാണ് വ്യക്തിത്വം കൊണ്ട്, ആകാരവടിവ് കൊണ്ട് യോജിച്ചു നിൽക്കുന്നത്. അത് പിതാവിന്റെയോ പരിശുദ്ധാത്മാവിന്റെയോ അല്ല, മറിച്ച് യേശുക്രിസ്തുവിന്റെ രൂപവും ഭാവവുമാണ്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും അവനോട് അനുരൂപപ്പെടുന്നതും അവൻ ഇപ്പോൾ നമ്മോട് അനുരൂപപ്പെട്ട് വന്നിട്ടുള്ളത്. നമ്മോട് അനുരൂപപ്പെട്ടപ്പോൾ യേശു നമ്മെപ്പോലെയായി. നാം വീണ്ടെടുപ്പിനാൽ യേശുവിനോട് തിരികെ അനുരൂപപ്പെടും. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല.